ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൃണാൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഫുഡ് വ്ളോഗ് ചെയ്യുന്ന ആളാണ് മൃണാൾ. വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, വിമർശനം. ഏത് ഭക്ഷണത്തിനെയും വിമർശിക്കുക എന്നുള്ളതാണ് മൃണാളിന്റെ വ്ളോഗിന്റെ ഒരു ശൈലി. അപ്പം മൃണാളിന്റെ രീതി ഒരുവിധം ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ചില കടകളിലൊക്കെ പ്രൊമോഷൻ ആണോ എന്നറിയില്ല, ചില കടകളിലൊക്കെ പോയിട്ട് ഫുഡിനെ കുറെ പുകഴ്ത്തി പറയാറൊക്കെ ഉണ്ട്. എന്നാലും അധിക കടകളിലും ചെന്നിട്ട് അവിടുത്തെ ഫുഡിനെ വളരെ മോശമാക്കിയിട്ട് സംസാരിക്കും. എന്ന് വെച്ചാൽ ആ കട എങ്ങനെ പൂട്ടിക്കാം എന്നുള്ള പോലെ, അല്ലെങ്കിൽ ആ ഒരു വ്ളോഗ് കാണുന്ന ഒരാള് പിന്നീട് ആ കടയിൽ കയറില്ല എന്ന് തന്നെ പറയാം. ഒരു കടയില് മോശം ഫുഡായിരിക്കാം, പക്ഷെ എല്ലാ ഫുഡും മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളൊരു കടയിൽ കയറിയിട്ട് ഒരു ചോറിനുന്നു, ഒരു കുറച്ച് കറികൾ കൂട്ടുന്നു, എന്നിട്ട് നമ്മളത് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയാണെങ്കിലോ. മൃണാൾ എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ പോകുന്നു, അവിടുന്ന് കഴിക്കാവുന്നതിന്റെ മാക്സിമം കഴിച്ചിട്ട് ആണ് റിവ്യൂ പറയുന്നത്. അപ്പോൾ ആ ഒരു കട മൃണാളിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ കടയിലെ എല്ലാ ഫുഡിനെയും ഒരുവിധം മോശമാക്കിയിട്ടാണ് മൃണാൾ സംസാരിക്കുക. അവിടെ ഇനി മൃണാളിന് ഇഷ്ടപ്പെട്ടുണ്ട് എങ്കിൽ മൃണാൾ അത് ശബ്ദം താഴ്ത്തി പറയും, ഫുഡ് കൊള്ളായിരുന്നു, എന്നിട്ട് പിന്നെ അടുത്ത കുറ്റം ഉയരെ ഒച്ചത്തിൽ പറയും. അപ്പൊ അങ്ങനെയാണ് മൃണാളിന്റെ രീതി. എങ്ങനെ ഒരു കുറ്റം പറഞ്ഞിട്ട് ആ കടയെ തകർത്ത് കളയാമെന്നുള്ള രീതിയിലായിരുന്നു മൃണാൾ ഇത്രയും വർഷങ്ങൾ വ്ളോഗുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മൃണാൾ നല്ലതാക്കി പറഞ്ഞ ചില കടകളുണ്ട്. മുൻപ് വിവാദമായ ഒരു കട, മൃണാൾ പറയുന്നു എന്ത് രസമാണ് ഇവിടുത്തെ ഫുഡ്, ഇതിന്റെ കളറാണ് എന്നെ ഹഠാത് ആകർഷിച്ചതെന്ന് പറഞ്ഞ ഒരു കട ആരോഗ്യവകുപ്പ് എന്ന് പൂട്ടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് മൃണാൾ എയറിൽ പോയതാ. മൃണാൾ ഇടയ്ക്കിടയ്ക്ക് എയറിൽ പോകും. ആദ്യം ഒരു ട്രിവിയൻ ഫുഡി എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു ഫുഡ് ബ്ലോഗറെ വിമർശിച്ച് എന്തൊക്കെയോ കുറ്റമൊക്കെ പറഞ്ഞ് അത് തമ്മിലുണ്ടായ പ്രശ്നത്തിൽ ഭയങ്കര ഈഗോ ആണ് മൃണാളിനെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് യൂട്യൂബേഴ്സൊക്കെ കൂടി ഒരു സംഘടന ഉണ്ടാക്കിയപ്പോൾ അവിടെ പോയിരുന്നിട്ട് കുറേ അവിടെ എല്ലാവരെയും ചൊറിഞ്ഞ് തിരിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ മാന്തം കിട്ടിയ ഒരാളാണ് ഈ മൃണാൾ. അപ്പോൾ മൃണാളിന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എയറിൽ പോകാറുണ്ട്. ആ കൂട്ടത്തിൽ ഇക്കുറി പോയത് ഇങ്ങനെയായിരുന്നു. എങ്ങനെയാന്നുള്ളതാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ മൃണാളാണെങ്കിലും ഇപ്പൊ നമ്മൾ അശ്വന്ത് കോക്കാണെങ്കിലും ഒക്കെ അവര് ഒരു കാര്യത്തെ വിമർശിക്കുന്ന ആളുകളാണ്. അശ്വന്ത് കോക്കാണെങ്കിൽ സിനിമയെ വിമർശിക്കും, അതിന്റെ എല്ലാ വശങ്ങളെയും വിമർശിക്കും. അപ്പോൾ ഈ കോക്ക് ഒരു സിനിമ സംവിധാനം ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും, നാട്ടുകാർ മുഴുവൻ കയറി അത് വിമർശിക്കും അല്ലേ. അതുപോലത്തെ ഒരു വിഡിത്താണ് ഈ മൃണാൾ ചെയ്തു വെച്ചത്. എന്താ ചെയ്തതെന്ന് വെച്ചാൽ പുള്ളി പോയിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങി, ഹംഗ്രി മൃണാൾ. 2 റെസ്റ്റോറന്റ് ഉണ്ട് തോന്നുന്നു, പാലാരിവട്ടം അല്ല, അവിടെ എവിടേക്കോ തൃപ്പൂണിത്തറ ആ ഭാഗത്ത് എവിടേക്കോ 2 റെസ്റ്റോറന്റ് തുടങ്ങി. അപ്പോൾ അവിടുത്തെ ഫുഡ്, അപ്പോൾ അതിന് മുൻപ് തന്നെ ഇപ്പൊ വർഷങ്ങളായിട്ട് മൃണാൾ ഇങ്ങനെ കുറ്റം പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഇതൊക്കെ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. അവരെ മുന്നിലേക്കാണ് മൃണാൾ ഈ റെസ്റ്റോറന്റ് കൊണ്ടുവരുന്നത്. അപ്പൊ മൃണാളിന്റെ കാഴ്ചപ്പാടിൽ പണ്ട് മൃണാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വീഡിയോ കാണാം അപ്പൊ മനസ്സിലാവും. ഒരു സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുത്തു, കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം. അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, എന്താ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. വളരെ മികച്ച പരിപാടിയാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം, പൈസ ആദ്യം, പൈസയുടെ ആർത്തിയുള്ളവർക്ക് പറ്റിയതല്ല ഭക്ഷണത്തിന്റെ കച്ചവടം. ഭക്ഷണത്തിന്റെ കച്ചവടം എന്ന് പറയുന്നത് നമ്മൾ ഇരുമ്പ് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ, ഒരു ആക്രി സാധനം വെക്കുന്ന പോലെയോ ഒരു മെറ്റീരിയൽ വെക്കുന്ന പോലെ അല്ലല്ലോ ഭക്ഷണം. അതിനകത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് കെയറും മനുഷ്യന്മാരോടുള്ള താല്പര്യം ഒക്കെ ഉള്ളൊരു സാധനമല്ലേ ഭക്ഷണം എന്ന് പറയുന്നത്. ബാക്കിയുള്ള സാധനം പോലെ അല്ല. ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ ചില റെസ്റ്റോറൻറ്റുകൾ കണ്ടിട്ടുണ്ട്, ആദ്യം തന്നെ ടോക്കൺ എടുത്ത ശേഷമായിരിക്കും നമുക്ക് ഫുഡ് തരിക. എന്ന് വെച്ചാൽ കുറേ ഫുഡുള്ള സ്ഥലത്തല്ല അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചെറിയ റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ മസാല ദോശ കഴിക്കണമെങ്കിൽ ഒരു കൂപ്പൺ എടുക്കുന്നു, അല്ലെങ്കിൽ ചോറിനാണെങ്കിൽ ഒരു കൂപ്പൺ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഊത്തപ്പാണ് കഴിക്കുന്നത് വെച്ചാൽ ഒരു കൂപ്പൺ എടുക്കുന്നു, ഇഡ്ഡലി കഴിക്കണമെങ്കിൽ ഒരു കൂപ്പൺ എടുക്കുന്നു. അപ്പം അങ്ങനെ കുറച്ച് ഫുഡുള്ള ഒരു സ്ഥലത്ത് കൂപ്പൺ എടുക്കുന്ന ഒരു സിസ്റ്റം. അപ്പം മൃണാൾ ഈ സിസ്റ്റത്തെ വളരെ വിമർശിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ തന്നെ ഉണ്ട്, അദ്ദേഹം നേരത്തെ ചെയ്തൊരു റിവ്യൂ തന്നെ ഉണ്ട്. ഈ പണം വാങ്ങി വെച്ചിട്ട്, നേരത്തെ പണം വാങ്ങി വെച്ച് പണത്തിനോട് ആർത്തിയുള്ളവരാണ് ഈ കൂപ്പൺ എടുപ്പിച്ച് ഫുഡ് കഴിപ്പിക്കുന്നത്. നേരത്തെ പണം വാങ്ങി വയ്ക്കുന്നവരാണ് അവര്. നമ്മൾ സ്നേഹത്തോടെ ഫുഡ് വിളമ്പണം എന്നൊക്കെ മൃണാൾ നമുക്ക് വളരെ വളരെ ക്ലാസ് ഒക്കെ എടുത്തു തന്നിട്ടുണ്ട്. ആ മൃണാൾ ഒരു റെസ്റ്റോറന്റ് തുടങ്ങി. അപ്പോൾ ഈ റെസ്റ്റോറന്റിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, അവിടെ നമുക്ക് കൂപ്പൺ എടുത്താലേ ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ കൂപ്പൺ എടുത്താൽ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ സാധാരണ കേരളത്തിലുള്ള ഒരു റെസ്റ്റോറന്റ് പോലെയല്ല, നല്ലൊരു കൺസെപ്റ്റാണ് സംഭവം. നമ്മൾ ചോറ് വാങ്ങുന്നു, ചോറിന് ഇത്ര രൂപ, ഇപ്പോൾ ഒരു 20 രൂപ 30 രൂപ, കറക്റ്റ് എനിക്കറിയില്ല. നമ്മൾ സാമ്പാർ വാങ്ങുന്നു, സാമ്പാറിന് 20 രൂപ. നമുക്ക് തോരൻ വേണം, തോരന് 20 രൂപ. നമുക്ക് പുളിശ്ശേരി വേണം, പുളിശ്ശേരിക്ക് 20 രൂപ. നമുക്ക് അച്ചാർ വേണം, അച്ചാറിന് 20 രൂപ. നമുക്ക് പപ്പടം വേണം, പപ്പടത്തിന് 7 രൂപ. അപ്പോൾ നമ്മൾക്ക് എന്ത് ഫുഡ് വേണം അത് നമ്മൾ എടുത്താൽ മതി, അതിനൊക്കെ നമ്മൾ ക്യാഷ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു 2 കറിയും ഒരു തോരനും ഒരു അച്ചാറും ഒരു പപ്പടവും മതി വെച്ചാൽ നമ്മൾ അതിനുള്ള ക്യാഷ് കൊടുത്താൽ മതി. ഇത് നമ്മൾ നേരത്തെ തന്നെ ടോക്കൺ ആക്കണം, എന്നിട്ട് നമ്മൾ ക്യൂ നിന്ന് ഇത് വാങ്ങണം. അപ്പൊ ഇതാണ് മൃണാളിന്റെ അവിടുത്തെ ഒരു സിസ്റ്റം. അപ്പൊ മൃണാളിന് അതിന് പ്രശ്നമൊന്നുമില്ല, നമ്മൾ പണത്തിന് ആർത്തിയുള്ള
ഉള്ളവരാണ്, അതൊക്കെ മൃണാൾ മറന്നുപോയി. അപ്പം മൃണാളിന് അങ്ങനെയാണ്, മൃണാൾ പറയുന്ന ഒന്ന്, നിലപാട് വേറൊന്ന്, ചെയ്യുന്നത് വേറൊന്ന്, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളാണ് മൃണാളിന്റെ കാര്യത്തിലുള്ളത്. അപ്പൊ എന്തായാലും അങ്ങനത്തെ റെസ്റ്റോറന്റ് പറഞ്ഞാൽ അതിൽ കുറെ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒരു നല്ല സിസ്റ്റമായി തോന്നു വെച്ചാലും അതിൽ കുറേ അപാകതകളുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കണം, എന്നിട്ട് ഫുഡ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വന്ന് ഇരിക്കുകയാണെങ്കിൽ തന്നെ വലിയ ഹാളാണ്, ഇരിക്കുമ്പോൾ കൗണ്ടറിൽ നിന്ന് നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് വിളിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ അവിടെ കേൾക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ബസ്സിലൊക്കെ കയറിയിട്ട് ബാക്കി തരാൻ കണ്ടക്ടർ ബാക്കി തരാണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ബാക്കി കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഇരിക്കില്ലേ, മനസ്സിൽ വിചാരിച്ചിരിക്കില്ലേ. അതേപോലെ നമ്മൾ ഈ ഫുഡ് ഇപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കില്ലേ, അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ ഇരുന്നിട്ട് വേണം ഓരോ ഫുഡും വാങ്ങാൻ. അത് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഒന്നിച്ചൊന്നും കിട്ടില്ല, ഓരോന്നായിട്ട് ഒരു തവണ വിളിച്ച് അങ്ങനെ പല തവണയായിട്ടാണ് നമുക്ക് ഈ ഫുഡ് കിട്ടുക. അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ആലോചിച്ചാൽ. തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ റെസ്റ്റോറൻറ്റ് വലിയ തിരക്കൊന്നും ഇല്ല തോന്നുന്നു, അതുകൊണ്ട് അത്ര ബാധിക്കുന്നുണ്ടാവില്ല ആയിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു റെസ്റ്റോറൻ്റാണ് മൃണാൾ തുടങ്ങിയത്. അപ്പം മൃണാളിൻ്റെ എല്ലാ റിവ്യൂകളിലും മൃണാൾ പറയും ഭയങ്കര ഉപ്പ് കുറവാണ്, ഭയങ്കര ഉപ്പ് അങ്ങനെയാണ്, അങ്ങനത്തെ കുറേ കുറ്റങ്ങൾ പറയും. മൃണാളിൻ്റെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോഴും അവസ്ഥ തന്നെയാണ്, ഉപ്പ് കുറവാണ്, ഉപ്പ് കൂടുതലാണ്, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ കറിയിൽ നേരെ തിരിച്ചാണ്, ബ്ലാങ്ക് അല്ല, അതിൽ ഉപ്പ് കൂടുതലായിരുന്നു. ചിക്കനകത്ത് സ്പെസിഫിക്കലി കറിയല്ല, ചാറിനകത്തല്ല, ഗ്രേവിയിലല്ല ഉപ്പ് കൂടിയേക്കുന്നത്, ചിക്കനകത്ത് ഉപ്പ് കൂടുതലായിരുന്നു, വളരെ കൂടുതലായിരുന്നു. അതായത് നമ്മൾ കഴിച്ചിറങ്ങി വന്നതിന് ശേഷവും ആ നാവിൽ ആ ഉപ്പിന്റെ ഒരു രസം ഇങ്ങനെ കയറി വരുമായിരുന്നു. പിന്നെ മൃണാളിൻ്റെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മൃണാൾ ഇപ്പോൾ ഒരു കടയിൽ ചെന്ന് മൃണാൾ നേരത്തെ ചെയ്തൊരു വീഡിയോയിൽ തന്നെ കായയും ബീഫും ഇട്ട് വെച്ചൊരു കറി, ആ കറിയെക്കുറിച്ച് മൃണാൾ പറയുന്നുണ്ട് എല്ലാവർക്കും പരാതിയാണ്, കായയും ബീഫും ഇട്ട് വെച്ചാൽ ഇതിൽ ബീഫ് ഇല്ലാന്ന്. പക്ഷെ നോക്കൂ ഈ കറി എന്ത് രസമാണ്, ഇതിൽ നിറയെ ബീഫാണെന്നൊക്കെ പറഞ്ഞ് വേറൊരു റെസ്റ്റോറൻറ്റ് പോയിട്ട് മൃണാൾ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. സാധാരണ ബീഫും കായൽ കായ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള പരാതിയാണല്ലോ, ഇതിപ്പോൾ മൊത്തം ബീഫാണല്ലോ, ഇത് കായില്ലേ, ഒരു ചെറിയ കഷ്ണം കായ. എന്ന് വെച്ചാൽ മൃണാളിന് അറിയാം കായയും ബീഫും ഇട്ട് വെക്കുമ്പോൾ കുറേ ബീഫ് ഉണ്ടെങ്കിൽ അത് നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്, അതാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്, അത് കിട്ടുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നതെന്നൊക്കെ മൃണാളിന് അറിയാം. പക്ഷേ മൃണാളിൻ്റെ കടയിലെ ഫുഡിൻ്റെ അവസ്ഥ എന്താണ്, ഒരു കറി വാങ്ങിയാൽ അതിൽ ഒരു കഷ്ണം ബീഫും കുറേ കഷ്ണം കായയും, എന്നിട്ട് അതിൽ ബീഫിൻ്റെ യാതൊരു ഫ്ലേവറും ഉണ്ടാവില്ല. അങ്ങനെയാണ് ആ കറി എന്നാണ് അവിടുന്ന് കഴിച്ച ആളുകൾ പറയുന്നത്. ബീഫ് കായ കറിക്ക് അതായത് ഗ്രേവിയുടെ ടേസ്റ്റ് ബ്ലാങ്ക് ആയിരുന്നു. എന്നാൽ ബീഫിന് ആകെ 2 പീസ് ബീഫാട്ടോ, അതായത് ഒരു ഇടത്തരം പീസ് 2 പീസ് ബീഫാണ്, പിന്നെ കായയുടെ പീസുകളും. ഇതാണ് 66 രൂപയ്ക്ക് കിട്ടുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ ഇതൊരു പകുതി ബീഫ് നമ്മൾ നോർമലി ഓർഡർ ചെയ്യുമ്പോൾ 120 രൂപ 130 രൂപയുടെ ബീഫ് ആയിരിക്കുമല്ലോ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അതിന്റെ പകുതി റേറ്റ് ആണ് ഇപ്പോൾ ഇവർ വാങ്ങിയേക്കുന്നത്. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി ഇല്ല, മനസ്സിലായോ? ഇതൊരു എന്താ പറയാ തട്ടിക്കൂട്ട് അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിട എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കഴിച്ചപ്പോൾ. അപ്പോൾ ഈ കഴിച്ച ആളുകൾ നെഗറ്റീവ് റിവ്യൂ പറയുമ്പോൾ മൃണാളിന് നല്ല രീതിയിൽ പ്രതികരിക്കാം. അത് അങ്ങനെയാണ് ആ കറി വെക്കുന്നത്, അതാണ് അതിന് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ആ കറി അങ്ങനെ ആക്കാൻ പറഞ്ഞത് എന്ന് വേണമെങ്കിൽ മൃണാളിന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അവർ കോരിയെടുത്ത് തന്നപ്പോൾ അങ്ങനെ സംഭവിച്ചതായിരിക്കാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ മൃണാൾ എന്താ ചെയ്യണേ, മൃണാളിന് എല്ലാത്തിനോടും പുച്ഛാണ്. മൃണാൾ പറയുന്നത് അതങ്ങനെ മതി. കായ ബീഫ് കറിയിൽ കായയാണ് കൂടുതലെന്നൊരു കംപ്ലൈൻറ്റ് ഞാൻ കേട്ടു, അത് പിന്നെ അങ്ങനെ മതി. എന്നുവെച്ചാൽ നിങ്ങൾ ഒരു കഷ്ണം ബീഫും ഒരു 10 കഷ്ണം കായും കഴിച്ചാൽ മതി. അഹങ്കാരത്തോടു കൂടെ മറുപടി പറയാണ്. അഹങ്കാരം കൊണ്ടൊന്നും നമ്മളൊന്നും എവിടെയും നിലനിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ മൃണാളിൻ്റെ കടയിൽ നിറയെ ഈച്ചയാണെന്ന് അവിടെ വന്ന് ഫുഡ് കഴിച്ച ആളുകൾ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ മൃണാളിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ ബിരിയാണിയിൽ ചത്ത ഒരുപാട് ഈച്ചകൾ കിടക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പം മൃണാൾ അതിനെ നല്ല രീതിയിൽ പറയാം, നമ്മളെ തൊട്ടടുത്താണ് ഒരു തോടുണ്ട്, അപ്പോൾ അവിടുന്ന് ഒരുപാട് ഈച്ചകൾ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞങ്ങളിത് കൺട്രോൾ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുന്നുണ്ട് എന്നൊക്കെ മാന്യമായിട്ട് പറഞ്ഞാൽ ആളുകൾക്ക് അതിൽ വളരെ കൺവിൻസ് ആവും ആളുകൾ. അതെ അത് ശരി തന്നെയാണ്, തൊട്ടടുത്ത് ഈ എറണാകുളം എന്ന് പറഞ്ഞാൽ അറിയാം, കൊതുകു ഈച്ചയൊക്കെ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്, കായൽ തോട് ഓട അതൊക്കെ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്, ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്, നമുക്കത് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ മൃണാൾ എന്താ ചെയ്യുന്നത്, ആളുകളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഈച്ചയൊക്കെ വരും, ഈച്ചേനപ്പം ഞാൻ വളർത്തുന്നൊന്നുമല്ലല്ലോ, ധർമ്മജൻ പണ്ട് ആ സിനിമയിൽ പറഞ്ഞ പോലെ ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നും അല്ല ഇത് എന്നൊക്കെ പരിഹസിച്ച്, എന്നിട്ട് ഹഹ പറഞ്ഞ് ചിരിച്ചിട്ട് ശോഭ ചിരിക്കുന്നില്ലേ എന്ന് പോലത്തെ ഉള്ള തമാശല്ലേ, അങ്ങനത്തെ തമാശയൊക്കെ പറഞ്ഞിട്ട് ആളുകളെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യാണ്. ഞാൻ പറയുന്നത് ശരിയല്ല, ധർമ്മജൻ പറയുന്ന ഡയലോഗ് ഓർമ്മ, ഈച്ചത് ഞാൻ വളർത്തണ ഈച്ച
മൈബൂസിൽ ധർമ്മം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ ഈച്ച എവിടെ നിന്ന് വരണമെന്ന് ചോദിച്ചാൽ അത് അപ്പുറത്ത് തോട്ടിയുന്നു അല്ലാണ്ട് ഈച്ച ഓക്കെ. കൊച്ചി കോർപ്പറേഷനിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഇടയിൽ ഒരു തോടുണ്ട്. അവിടെ അത് ഇറ്റ്സ് ലൈക്ക് 50 meters, 100 meters. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യാൻ പറ്റും. ഡെയിലി പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന്റെ 5000 രൂപ വെച്ച് ഡെയിലി ബില്ല് കൊടുക്കാൻ പറ്റും. മാസം 1.5 ലക്ഷം രൂപ അങ്ങനെ ആരല്ലേ ആരും ഇത് ആലോചിക്കില്ല. കൊല്ലം 18 ലക്ഷം രൂപ എന്റെ കയ്യില് വേറെ റോളക്സ് കിടന്നേനെ. ഈ ഐഡിയ ആരും ആലോചിക്കില്ല. വിഷമം എടുക്കായിരുന്നു. ഞാനാണിതെല്ലാം വലുത്, ഞാൻ ചെയ്യുന്ന എല്ലാം ശരിയാണ്. ഇതേ മൃണാള് വേറെയുള്ള കടയിൽ പോയിട്ട് ഇവിടെ ഒരു വൃത്തിയില്ല, ഇവിടെ മുഴുവൻ ഈച്ചയാണെന്ന് പറയുന്ന വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ മൃണാൾ എപ്പോഴും മൃണാളിന്റെ കടയിൽ വളരെ തിരക്കാണ്. മൃണാളിന്റെ കടയിൽ വളരെ സിനിമാ താരങ്ങൾ വരുന്നു, വിനീത് ശ്രീനിവാസൻ വരുന്നു, ജിത്തു ജോസഫ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരക്കൊണ്ട് അവിടെ നിൽക്കാൻ വയ്യ എന്നുള്ള ഭാവത്തിലൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. സത്യത്തിൽ അവിടെ യാതൊരു തിരക്കും ഇല്ല എന്നാണ് അവിടെ ചെന്നിട്ടുള്ള ആളുകൾ റിവ്യൂ ഇടുന്നത്. നമ്മൾ ഇവിടെ ചെന്നത് 1 മണിക്കാണ്. ഇവിടെ ആകെ 16 പേരെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. പുള്ളിയുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും അയ്യോ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കാല് കുത്താൻ സ്ഥലമില്ലാത്ത അത്രയും തിരക്കാണെന്ന്. ഒന്നുമില്ല, നമ്മൾ ചെന്നത് സാറ്റർഡേ ആണ്. സാറ്റർഡേ ഉച്ചയ്ക്ക് 1 മണിക്ക് 16 പേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇവിടെ വലിയ തിരക്കുള്ള സ്ഥലമൊന്നും അല്ല. പുള്ളി ആവശ്യമില്ലാതെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ എന്തോ ഉണ്ട് എന്ന് പുള്ളി കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ശനിയാഴ്ച നട്ടുച്ചയ്ക്ക് 1 മണിക്ക് ചെല്ലുമ്പോഴും അവിടെ ആകെ 10-15 ആളുകളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള റിവ്യൂ ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ തിരക്കൊന്നുമില്ല, ഇതൊക്കെ വെറും ഹൈപ്പാണെന്നാണ് പറയുന്നത്. മൃണാളിന് ഈ വ്ളോഗ് അല്ലാതെ വേറെ എന്തോ ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന എന്തോ ഒരു ജോലി പോലും ഉണ്ടെന്ന് തോന്നുന്നു വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ. അപ്പൊ അത്രയും ടേസ്റ്റിനെ കുറിച്ച് അറിയുന്ന മൃണാളിന്റെ ഈ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന പായസം വായിൽ വെക്കാൻ കൊള്ളില്ല എന്നും മിൽക്ക് മെയ്ഡ് എന്തോ ഒഴിച്ചൊഴിച്ച് മധുര കട്ടയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോധം കെട്ട് വീഴുന്ന അവസ്ഥയാണെന്നാണ് ആ പായസം കുടിച്ചിട്ടുള്ള ആളുകൾ അവിടെ റിവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പായസത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇതാണ് നമ്മൾ കാശ് കൊടുത്ത് 20 രൂപ കൊടുക്കത്ത് മേടിച്ച സേമിയ പായസം. ഈ സേമിയ പായസം എൻ്റെ അമ്മോ മിൽക്ക് മെയ്ഡ് പോലത്തെ എന്തോ ഒരു സാധനം കലക്കിയാണ് തന്നിരിക്കുന്നത്. മിൽക്ക് മെയ്ഡ് അല്ല, കാരണം 20 രൂപയ്ക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് പായസം ഉണ്ടാക്കാൻ മുതലാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് കഴിച്ചിട്ട് എൻ്റെ തലയടിച്ചു പോയെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊന്നേ ഈ പായസത്തിനെ പറ്റി പറയാനുള്ളൂ. മൃണാളിന് ആരെങ്കിലും ഇതുപോലത്തെ ഒരു പായസം കൊടുത്താൽ അങ്ങേര് എന്തൊക്കെ കുറ്റം പറയും എന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റണില്ല. അത്രയും ഫ്ലോപ്പായിരുന്നു ഈ പായസം. ഈ പായസം പ്ലീസ് മൃണാൾ മാറ്റിയിരിക്കണം, നിങ്ങൾ മാറ്റണം. നിങ്ങൾക്ക് ഈ പായസം ചേരില്ല. നിങ്ങൾ മറ്റുള്ളവരെ പോയി കുറ്റം പറയുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പായസം ഒരിക്കലും ചേരില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ എല്ലാവരെയും കുറ്റം പറഞ്ഞ് നടക്കുമ്പോൾ ഈ സത്യത്തിൽ മൃണാളിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരുന്നു വെച്ചാൽ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പാടില്ലായിരുന്നു. മൃണാളിന് ആലോചിക്കായിരുന്നു. മൃണാൾ ഇത്രയും ആളുകളെ വിമർശിച്ച് നടക്കുന്ന ആളാണ്. എന്നാൽ കുറച്ചൊരു ലാളിത്യമുള്ള താഴ്മയുള്ള ആളാണ് മൃണാൾ വെച്ചാൽ പുള്ളി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയതല്ലേ, ഫുഡൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ഉള്ളതാണല്ലോ, അപ്പോൾ സാരമില്ല അതങ്ങനെ പോട്ടേന്ന് ആളുകൾ വിചാരിക്കുമായിരുന്നു. പക്ഷെ മൃണാൾ അങ്ങനെയല്ല. മൃണാളിന് എല്ലാത്തിനോടും പുച്ഛാണ്. എന്താ പറയുക, മൃണാൾ തന്നെയാണ് ശരി. മൃണാൾ എന്തോ ഭയങ്കര ആഢ്യത്തുള്ള ആളാണ്, ബാക്കിയുള്ളവരൊക്കെ എന്തോ ആണ്. മൃണാൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയ പാർക്കിങ്ങില് കാറിന് പാർക്കിംഗ് കൊടുത്തില്ല, ബൈക്കിന് മാത്രമേ പാർക്കിംഗ് കൊടുത്തുള്ളൂ. എന്ത് മൃണാള് വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ചെയ്ത വീഡിയോസിൽ റിച്ച് കിഡ്സിന് എന്ന് വെച്ചാൽ മൃണാളിനെ വിമർശിക്കുന്ന ആളുകളൊക്കെ എന്തോ റിച്ച് കിഡ്സ് ആണ്, അവർക്ക് എന്തോ പണമുള്ള സാധനങ്ങൾ മാത്രമേ പറ്റുള്ളൂ, ഞാൻ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് റെസ്റ്റോറൻറ്റ് നടത്തുന്നത് എന്നൊക്കെയാണ് മൃണാൾ പറയുന്നത്. ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കടയിൽ പോയിട്ട് നമ്മൾ 60-70 രൂപയ്ക്ക് ഒരു ഊണ് വാങ്ങുകയാണെങ്കിൽ അതിൽ നമുക്ക് എല്ലാ കറികളും എല്ലാം കിട്ടും. പക്ഷേ നമ്മൾ മൃണാളിൻ്റെ കടയിൽ പോയിട്ട് നമ്മളെല്ലാ കറിയും നമ്മളെ ഇഷ്ടത്തിന് കൂട്ടി ഊണ് കഴിക്കണമെങ്കിൽ നമുക്ക് 100-200 രൂപ ബില്ലാവുന്ന ഒരു അവസ്ഥ ഉണ്ട് യഥാർത്ഥത്തിൽ. എല്ലാ കറികൾക്കും 20 രൂപ 30 രൂപ, ഈ പറഞ്ഞ കായയും ബീഫും വെച്ച കറിക്ക് 60 രൂപ, അങ്ങനെ എല്ലാത്തിനും നല്ല ചാർജ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന ഒന്ന്, പ്രവർത്തിക്കുന്ന മറ്റൊന്ന്. മൃണാൾ എന്തായാലും എയറിൽ മേലെ പോയി നിൽക്കുകയാണ്. ഇതിപ്പോൾ ഈ മൃണാൾ അഹങ്കരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ്, നിങ്ങൾ വേണമെങ്കിൽ വന്ന് കഴിച്ചാൽ മതി, എൻ്റെ ഫുഡ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മൃണാളിൻ്റെ ഫുഡ് ചിലതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഇഷ്ടംപോലെ റിവ്യൂ ഞാൻ കണ്ടു. ബിരിയാണിക്ക് നല്ല റിവ്യൂ കണ്ടു, അതേപോലെ ചില കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ റിവ്യൂ കണ്ടു. പക്ഷെ അവിടെ തന്നെ ചെയ്ത ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ വളരെ ടേസ്റ്റ് ഉള്ളതാണ്, പക്ഷെ ഉച്ചയ്ക്ക് 1 മണിക്ക് ചെല്ലുമ്പോൾ പോലും തണുത്ത് മരവിച്ച ഫുഡാണ് തരുന്നത്, അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഊണ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഊണ് കറികളെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാ കറികളും നല്ലതായിരുന്നു. സാമ്പാറൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ചൂടുണ്ടായിരുന്നില്ല, ഒന്നിനും ചൂടുണ്ടായിരുന്നില്ല. എല്ലാം തണുത്താണ് ഇരുന്നത്. ഞാൻ കയറി ചെല്ലുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ഉച്ചയ്ക്ക് 1 മണിക്കും ഈ ഐറ്റത്തിനൊന്നും ചൂടില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ട്, അതായത് 140 രൂപയ്ക്ക് നമുക്ക് കൊച്ചിയിൽ കിട്ടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണിയാണ് മൃണാളിൻ്റെ ബിരിയാണി എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ
അതും തണുത്ത് വിറച്ചാണ് ഇരുന്നത്. അതുപോലെ തന്നെ മൃണാള് മറ്റുള്ള കടകളിലൊക്കെ ചെന്നിട്ട് ഇവിടെ ഭയങ്കര തിരക്കാണ്, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ വീഡിയോസും ഉണ്ട്. ഇതേ മൃണാളിന്റെ കടയിൽ ആളുകൾ ക്യൂ നിന്ന് തിക്കി തിരക്കുന്ന പോലത്തെ, എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കുണ്ടായിട്ടല്ല, പക്ഷെ അവിടെ ഈ ടോക്കൺ സിസ്റ്റം ഉള്ളത് കൊണ്ട് ഭയങ്കര തിക്കി തിരക്കുന്ന ഫോട്ടോസൊക്കെ ഗൂഗിളിൽ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. ഗൂഗിളിലെ റിവ്യൂ ഒക്കെ വളരെ മോശമാണ്, റിവ്യൂ റേറ്റിംഗും ഒക്കെ മോശമാണ്. പക്ഷെ മൃണാൾ പറയുന്നത് എന്തോ ഭയങ്കര സംഭവമാണ് മൃണാളിന്റെ കട എന്നാണ്. ആശയമൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ മൃണാള് ഈ നന്മ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കും, അങ്ങനെ എന്തൊക്കെയോ രണ്ടും കൂടെ ചെയ്യുന്ന ഒരു നിലപാട് എത്രമാത്രം മുന്നോട്ട് പോകുന്ന എനിക്ക് അറിയില്ല. അതുകൊണ്ട് മൃണാളിന്റെ ഒരു വീഴ്ച കാത്തിരിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട്. അപ്പം മൃണാൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് കുറച്ചും കൂടെ കാലം മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എല്ലാവർക്കും നന്ദി.